ടൊയോട്ട ഹാരിയർ എസ്യുവിയുടെ പുതിയ തലമുറ മോഡലിനെ ജപ്പാനീസ് വിപണിയിൽ ഔദ്യോഗികമായി അവതരിപ്പിച്ചു. 1990കളുടെ അവസാനത്തിൽ ജപ്പാനിൽ അരങ്ങേറ്റം കുറിച്ച ക്രോസ് ഓവർ എസ്യുവി അതിന്റെ 4ാം തലമുറയിലേക്ക് കടക്കുന്നത്. ലെക്സസ് RXനെ അടിസ്ഥാനമാക്കിയാണ് ഹാരിയറിനെ കമ്പനി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നിലവിലുള്ള മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2020 പതിപ്പ് TNGA പ്ലാറ്റ്ഫോമിലേക്ക് പരിണാമം ചെയ്തതാണ്. അതോടൊപ്പം മറ്റു ടൊയോട്ട കാറുകളെ പോലെ ഒരു സ്പോർട്ടിയർ ഡിസൈനും വാഹനം അവതരിപ്പിക്കുന്നു. പുതിയ ഹാരിയറിന് ഒരു കൂപ്പേ ലുക്കിംഗ് ശൈലിയാണ് ബ്രാൻഡ് സമ്മാനിച്ചിരിക്കുന്നത്. അത് വിൻഡോ ലൈനിന്റെ പിൻവലിഞ്ഞ റിയർ വിൻഡ്ഷീൽഡ് ഉപയോഗിച്ച് ആകർഷകമാക്കി. വലിയ കാറായി തോന്നാൻ നീളമുള്ള ബോണറ്റ് സഹായിക്കുന്നു. മുൻവശത്ത് ഒരു വലിയ സെൻട്രൽ എയർ ഡാം ഇടം പിടിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലും താഴെയുമുള്ള ക്രോം ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LED ഹെഡ്ലാമ്പുകളും ഗ്രില്ലും ഇപ്പോൾ സ്ലീക്കർ യൂണിറ്റുകളാണ്. അന്താരാഷ്ട്ര വിപണികളിലെ പുതിയ കൊറോളയ്ക്ക് അനുസൃതമായി ആകൃതിയിലുള്ള LED DRLകളും ക്രോസ് ഓവർ SUVയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. മുൻഗാമിയെ പോലെ പുതിയ ഹാരിയറിന്റെ ഗ്രിൽ അടഞ്ഞിരിക്കുന്നു. കൂടാതെ ഹാരിയർ ബാഡ്ജിംഗ് ഇപ്പോൾ ടൊയോട്ട ലോഗോയ്ക്ക് വഴിയൊരുക്കി. ബൂട്ട് ലെഡിൽ ലൈറ്റ് ബാർ ഉള്ള പുതിയ സ്ലിം LED ടെയിൽ ലാമ്പുകളും ഇടം പിടിക്കുന്നു. ടെയിൽ ഗേറ്റിന് മുകളിലെ സ്പോയിലറും ശ്രദ്ധേയമാണ്. പിന്നിലെ വിൻഡ് സ്ക്രീനിനും ടെയിൽ ലാമ്പുകൾക്കുമിടയിൽ രണ്ടാമത്തെ ഫോക്സ് സ്പോയിലർ പോലുള്ള ഘടകവും സ്ഥാപിച്ചിരിക്കുന്നു. അകത്തളത്ത് ക്യാബിനിൽ ഒരുക്കിയിരിക്കുന്ന ലെതർ ബ്രൈറ്റ് വർക്ക് എന്നിവയുള്ള ഒരു പുതിയ ഡാഷ്ബോർഡ് രൂപകൽപ്പനയിലേക്കാണ് ആദ്യം കണ്ണെത്തുക. 12.3 ഇഞ്ച് വലിയ ടച്ച് സ്ക്രീൻ സെൻട്രൽ കൺസോളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. എയർകോൺ സിസ്റ്റത്തിനും ടച്ച് സ്ക്രീനിനുമുള്ള ടച്ച് സെൻസിറ്റീവ് നിയന്ത്രണങ്ങൾ താഴെയായി സ്ഥാപിച്ചിരിക്കുന്നു. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇതിനും താഴെയായി സ്ഥിതി ചെയ്യുന്നു. വലിയ MAD ഡിസ്പ്ലേ ഉള്ള ഇരുവശത്തും ഇരട്ട ഡയലുകൾ നൽകിയിട്ടുണ്ട്. JBL ഓഡിയോ സിസ്റ്റം, ഒരു ഇലക്ട്രോക്രോമിക് പാനറോമിക് സൺറൂഫ്, കമ്പനിയുടെ സേഫ്റ്റി സെൻസ് കൂട്ടിയിടി ലഘൂകരണ സംവിധാനം, ഡിജിറ്റൽ റിയർ വ്യൂ മിറർ, ഒരു JBL ഓഡിയോ സിസ്റ്റം എന്നിവയും അതിലേറെയും ടൊയോട്ട ഹാരിയറിൽ വാഗ്ദാനം ചെയ്യുന്നു. പുതിയ ഹാരിയറിന് പെട്രോൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് എഞ്ചിൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. രണ്ടിനും 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. 2 ലിറ്റർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ 4 സിലിണ്ടർ യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് പെട്രോൾ SUVക്ക് കരുത്തേകുന്നത്. ഇത് 171 bhp പവറും 207 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഹൈബ്രിഡ് മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന 88 kW ഇലക്ട്രിക് മോട്ടോർ 2 വീൽ ഡ്രൈവ് രൂപത്തിൽ 218 bhp പവർ സൃഷ്ടിക്കും. 4 വീൽ ഡ്രൈവ് മോഡലുകൾക്ക് റിയർ ആക്സിലിനെ ശക്തിപ്പെടുത്തുന്ന 40 kW അധിക ഇലക്ട്രിക് മോട്ടോർ ലഭിക്കുന്നു. ഇത് വെൽഫെയർ MPVക്ക് സമാനമായ വെർച്വൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം നൽകുന്നു. പെട്രോൾ യൂണിറ്റ് പോലെ ഒരു CVT ഗിയർ ബോക്സ് ആണ് സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്യുന്നത്. ഹാരിയർ SUVയെ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ടൊയോട്ടയ്ക്ക് പദ്ധതിയില്ല. ഫോർച്യൂണർ SUVയുടെ പ്രത്യേക പതിപ്പ് ഉടൻ കൊണ്ടുവരാൻ ബ്രാൻഡ് ഒരുങ്ങുന്നു. ഫോർച്യൂണറിനും വരും മാസങ്ങളിൽ ഫേസ് ലിഫ്റ്റ് ലഭിക്കും.